Bacterial cytoplasm next cell organelle ആണ് ribosome എന്ന് പറയുന്നത് കേട്ടോ. So here in the case of bacteria the ribosome which is present inside the cytoplasm, that is the only cell organelle for them. അതാണ് ഒരു cell organelle എന്ന് പറയുന്നത്. പക്ഷേ റൈബോസോമിനെ നമ്മൾ true cell organelle ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. റൈബോസോമിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു നോൺ മെംബ്രേനിയസ് സെൽ ഓർഗനൽ ആയിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിലെ സെൽ ഓർഗനൽസ് ഇല്ല എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ദ പ്രോകാരിയോട്ടിക് ഓർഗാനിസം ദേ കണ്ടെയ്ൻ എ റൈബോസോം വിച്ച് ഈസ് എ നോൺ മെംബ്രേനിയസ് സെൽ ഓർഗനൽ. ദിസ് റൈബോസോം ഹാസ് 70S sedimentation coefficient. കണ്ടോ 70S റൈബോസോം ആണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. 70S റൈബോസോം. This 70S റൈബോസോം it is made with two subunits, that is 50S and 30S subunit. 50S subunit ഉം 30S subunit കൂടിയതാണ് 70S റൈബോസോം എന്ന് പറയുന്നത്. ഈ റൈബോസോം ഉണ്ടാക്കിയിട്ടുള്ളത് റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ കൊണ്ടാണ്. റൈബോന്യൂക്ലിയോപ്രോട്ടീൻ എന്ന് പറയുന്നത് റൈബോന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും കൊണ്ടുള്ള ഒരു കോംപ്ലക്സ് ആണ് റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോം സാധാരണ ബാക്ടീരിയയുടെ ഉള്ളിൽ കാണുന്നത് the bacteria it will be having the ribosome in the form of a polysome. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ ന്യൂക്ലിയോയിഡിൽ നിന്ന് ഇങ്ങനെ mRNA സിന്തസൈസ് ചെയ്തിട്ടുണ്ട്. ഈ mRNA when it is coming out for the translation process, mRNA ട്രാൻസ്ലേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ന്യൂക്ലിയോയിഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും വാട്ട് വിൽ ഹാപ്പൻ യു നോ, ദ bacterial ribosome it will be attached here. Bacterial ribosome it will be attached here. 1 minute. Bacterial ribosome it will be attached on the mRNA and it will form a chain of ribosome on it. അതായത് ഒരു മുത്തുമാല പോലെ കാണും. അതിനെ നമ്മൾ എന്ത് പറയാം, പോളിസോം എന്ന് പറയാം. പോളിസോം is a characteristic feature of bacteria. പോളിസോം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ബാക്ടീരിയ ആണ്. പോളിസോമിന് പറയുന്ന വേറൊരു പേരാണ് എർഗോസോം. പോളിസോമിന് പറയുന്ന വേറൊരു പേരാണ് എർഗോസോം. Okay, so here 70S ribosome it has 50S and 30S subunit. 50S subunit le കാണുന്ന RNA എന്ന് പറയുന്നത്, see here the 50S subunit ൽ രണ്ട് തരത്തിലുള്ള RNA ഉണ്ട്. That is 23S rRNA and 5S rRNA. And 30S subunit it will be having 16S rRNA. Okay, rRNA means ribosomal RNA. Here ഈ S represent ചെയ്യുന്ന എന്തിനെയാണെന്നറിയോ, സെഡിമെന്റേഷൻ കോയിഫിഷ്യന്റിനെയാണ്. അതായത് എത്ര ഫാസ്റ്റ് ആയിട്ട് അത് സെൻട്രിഫ്യൂജ് ചെയ്യുന്നു അതിന്റെ ഡെൻസിറ്റിയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അതായത് അതിന്റെ വലിപ്പമാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഹിയർ ദ ലാർജ് subunit consists of 23S rRNA and 5S rRNA and small subunit consists of 16S rRNA. ഈ 23S rRNAക്ക് എൻസൈമാറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. 23S rRNAക്ക് enzymatic property ഉണ്ട്. ഈ 23S rRNA പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് കേട്ടോ. 23S rRNA it is a ribosome. എൻസൈമാറ്റിക് പ്രോപ്പർട്ടി ഉള്ള RNAക്ക് പറയുന്ന പേരാണ് റൈബോസൈം. And this enzymatic property, that particular enzyme is called as peptidyl transferase enzyme. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾ 12th സ്റ്റാൻഡേർഡിൽ പ്രോട്ടീൻ സിന്തസിസിലെ ട്രാൻസ്ലേഷൻ പ്രോസസ് പഠിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്തിരുന്നോളാം ഞാനെന്ന് പറഞ്ഞത് പോളിസോം എന്ന ഫോമിലാണ് അത് കാണുന്നത്. അതിന് രണ്ട് സബ്യൂണിറ്റ് ആണ് ഉള്ളത്. അതിൻ്റെ അകത്ത് വലിയ സബ്യൂണിറ്റിൽ കാണുന്ന 23S rRNA ഒരു RNA എൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. RNA എൻസൈമിന് നമ്മൾ ജനറലി പറയുന്ന പേര് റൈബോസൈം എന്നാണ്. ആ റൈബോസൈം ഇവിടെ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈം ആണ്. പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ആണ്, ഓർത്തിരിക്കുക. റിമൈനിങ് വി വിൽ സ്റ്റഡി ഇൻ 12th സ്റ്റാൻഡേർഡ് ഡ്യൂറിംഗ് പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, അപ്പോൾ റൈബോസോമിനെ പറ്റിയിട്ട് നമുക്ക് പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിൽ ഇത്രയാണ് അറിഞ്ഞിരിക്കേണ്ടത്. പോളിസോം അല്ലെങ്കിൽ എർഗോസോം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. പോളിസോം അല്ലെങ്കിൽ എർഗോസോം, that they have asked already. Now we can see in the outer covering of the bacteria they have some extension in the form of flagella, in the form of fimbria, in the form of pili. Okay, so here we will see the bacteria it is covered by three envelope, that is the it is covered by an envelope. It has three layers, that is cell membrane, cell wall and the glycocalyx. It has an extension in the form of flagella. This flagella that will help in locomotion. This will help in locomotion. Locomotion help ചെയ്യുന്നതാണ് flagella എന്ന് പറയുന്നത്. Then it has some structure called as pili.
it has some structure called as pili. This pili, it will help in making conjugation tube. Conjugation tube ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് locomotion വേണ്ടിയിട്ടുള്ളതാണ്. And we can see this has a small bristle like structure like this. This is called as fimbriae. This fimbriae, it will help in attaching the cell on a substratum. ഒരു സബ്സ്ട്രേറ്റത്തിൽ സെല്ലിനെ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫിംബ്രിയ എന്ന് പറയുന്നത്. ഫ്ലാജെല്ല ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് എ സ്പെഷ്യൽ പ്രോട്ടീൻ കോൾഡ് ആസ് ഫ്ലാജെല്ലിൻ. ഫ്ലാജെല്ലിൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഫ്ലാജെല്ല. പെലി എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് പിലിൻ എന്ന ഒരു സ്പെഷ്യൽ പ്രോട്ടീൻ കൊണ്ടാണ്. അതേപോലെ ചെറിയ പിലിയാണ് ഈ പറയുന്ന ഫിംബ്രിയ. അതായത് പിലിയുടെ ഒരു സ്മോൾ വേർഷൻ ആണ് ഫിംബ്രിയ എന്ന് പറയുന്നത്. Now we will see there are different types of flagellation in prokaryotic organism. Prokaryotic organismത്തിൽ കാണുന്ന മൊട്ടൈൽ അല്ലെങ്കിൽ ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറയുന്ന ഫ്ലാജെല്ല മാത്രമേ ഉള്ളൂ. പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിലെ ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഫ്ലാജെല്ല മാത്രമേ ഉള്ളൂ. ഓർ ലോക്കോമോട്ടറി സ്ട്രക്ചർ, ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറയുന്നത് നല്ല ലോക്കോമോട്ടറി സ്ട്രക്ചർ എന്ന് പറയായിരിക്കും. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഫ്ലാജെല്ല ഇൻ യൂകാരിയോട്ടിക് ഓർഗാനിസം, ഫ്ലാജെല്ല ഇൻ പ്രോകാരിയോട്ടിക് ഓർഗാനിസം വളരെ വ്യത്യാസമുള്ളതാണ് കേട്ടോ. അത് തമ്മിൽ യാതൊരു സാമ്യമില്ല. രണ്ടും ലോക്കോമോഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് രണ്ടും ഫ്ലാജെല്ല എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് മാത്രം. Okay, so here the flagellation which is present in prokaryotic organism, according to that flagellation can be divided into different types. നമുക്ക് നോക്കാം അത് എന്തൊക്കെയാണ്. നമുക്ക് ചോദിക്കാറുള്ളതാണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനകത്ത്. Amphitrichus flagellation. No flagella. Flagella ഇല്ലാത്ത കണ്ടീഷനാണ് നമുക്ക് Amphitrichus flagellation എന്ന് പറയുന്നത്. No flagella that is seen in the organism Micrococcus. Micrococcusനകത്തൊന്നും flagella ഉണ്ടാവാറില്ല. Example Micrococcus, Pasteurella, ഇതൊക്കെ Amphitrichus type of flagellation കാണിക്കുന്നതാണ്. ഇനി monotrichous type of flagellation where only one flagella will be present. Monotrichous flagellation we can see a single flagella. This is seen in Vibrio. This is seen in Vibrio. Now next one it is Amphitrichus flagellation. Amphitrichus flagellation in which we can see both the sides will be having flagella like this. This Amphitrichus flagellation, it can be seen in some organisms as Nitrosomonas. Now next group is Cephalotrichus flagellation. A tuft of flagella or a group of flagella present in both the sides. That is Cephalotrichus flagellation. Cephalotrichus flagellation, it is present in the organism Salmonella. ചില സാൽമനെല്ല സ്പീഷീസിലുള്ളൂ കേട്ടോ, എല്ലാത്തിനകത്തുമല്ല. ചില സാൽമനെല്ല സ്പീഷീസിലാണ് സെഫാലോട്രിക്കസ് ഫ്ലാജലേഷൻ കാണാം. ലോഫോട്രിക്കസ് ഫ്ലാജലേഷൻ ഇസ് നെക്സ്റ്റ് ടൈപ്പ്. ഈ സെഫാലോട്രിക്കസ് ഫ്ലാജലേഷൻ നമുക്ക് സ്പൈറലം ഗ്രൂപ്പിലും കാണാൻ പറ്റും. അതേപോലെ ലോഫോട്രിക്കസ് ഫ്ലാജലേഷൻ ഇൻ വിച്ച് വി ക്യാൻ സീ എ ടഫ്റ്റ് ഓഫ് ഫ്ലാജെല്ല പ്രസന്റ് അറ്റ് വൺ എൻഡ്. ഒരു എൻഡിൽ മാത്രം എ ടഫ്റ്റ് ഓഫ് ഫ്ലാജെല്ല കാണുന്നതിനാണ് ലോഫോട്രിക്കസ് ഫ്ലാജലേഷൻ എന്ന് പറയുന്നത്. ചില കോർണി ബാക്ടീരിയയിൽ കാണാം ലോഫോട്രിക്കസ് ഫ്ലാജലേഷൻ. നെക്സ്റ്റ് വൺ ഈസ് പെരിട്രിക്കസ് ഫ്ലാജലേഷൻ. Peritrichous flagellation in which we can see on the surface of the body many flagellas will be formed. This is seen in the case of Escherichia coli. ഇതാണ് ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. ഈ കൊളയിലാണ് Peritrichous type of flagellation we can see.
Okay, Peritrichus flagellation is seen in the case of Escherichia coli. Okay, so this much is clear. This E. coli is choice. Okay, അതേപോലെ ഈ ലോഫോട്രിക്കസ് ഫ്ലാജലേഷനും ചില സ്പൈറില്ല ഗ്രൂപ്പിൽ കാണാറുണ്ട് കേട്ടോ, ചില സ്പൈറില്ലം ബാക്ടീരിയയിൽ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. ഇത് ഒരുപാട് സ്ട്രെയിൻ എടുത്ത് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതെല്ലാം എന്താണെന്നൊന്ന് ഓർത്ത് വെക്കുക. കാരണം പെരിട്രിക്കസ് ഫ്ലാജലേഷൻ ഒക്കെയാണ് സാധാരണ ചോദിച്ചു കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. എങ്ങാനും ചോദിച്ചാൽ നമ്മൾ അറിയില്ല എന്ന് വരാൻ പാടില്ല കേട്ടോ. Now, the next thing which we have to study about bacteria is the classification of bacteria. Bacteria classification ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. Okay, bacterial classification when we do, that is according to the shape we can classify the bacteria into four different groups as coccus, bacillus, vibrio, spirillum. Okay, we will see what it is. According to the shape of bacteria, it is divided into different groups as spherical bacteria, rod-shaped bacteria, comma-shaped bacteria, then the spiral shaped bacteria. Okay, the spherical bacteria is called as coccus. ഇതിന്റെ പ്ലൂറൽ ആണ് കോക്കൈ എന്ന് പറയുന്നത്. Spherical bacteria is called as coccus and its plural is cocci. And example for this spherical bacteria is Streptococcus, Staphylococcus. ഇതൊക്കെ coccus bacteria ke example aanu. Rod shaped bacteria is called as bacillus. Bacillus inde plural aanu bacilli. Bacillus or bacilli. This is seen in the case of Escherichia coli, Klebsiella species, etc. Escherichia coli, Klebsiella idokke rod shaped bacteria aanu. Next one, comma shaped bacteria. Comma shaped bacteria is called as vibrio. Example for this vibrio is Vibrio cholerae. Spiral shaped bacteria is called as spirillum. An example for this is spirochetes, Spirillum volutens, then Campylobacter jejuni, okay, so these are the different examples for this different groups of bacteria. Scientific name എഴുതുമ്പോൾ മറക്കാതെ അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ജീനസ് നെയിമോ സ്പീഷീസ് നെയിമോ എഴുതുകയാണെങ്കിൽ പ്രത്യേകിച്ച് എസ്ക്രീഷ്യ കൊളയൊക്കെ ഇങ്ങനെ എഴുതിയ തെറ്റാണ്. ഈ കൊളയിന്ന് എഴുതുമ്പോൾ നമ്മൾ ഈയും കൊളയും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തോളണം. നമ്മുടെ സയന്റിഫിക് നെയിമിങ്ങിൽ അത് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. സോ ഹിയർ ദ ബാക്ടീരിയ is divided according to the shape into different groups of spherical, rod shaped, comma shaped and spiral bacteria. Spherical bacteria പറയുന്ന പേരാണ് കോക്കസ് അല്ലെങ്കിൽ കോക്കായി. അതിന് എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോകോക്കസ് അല്ലെങ്കിൽ സ്റ്റെഫൈലോകോക്കസ്. റോഡ് ഷേപ്പ് ബാക്ടീരിയക്ക് പറയുന്ന ബാസിലസ് എന്നാണ്. അതിന്റെ പ്ലൂറൽ ആണ് ബാസിലൈ എന്ന് പറയുന്ന. ബാസിലസിന് എക്സാമ്പിൾ ആണ് എസ്ക്രീഷ്യ കൊളയും ക്ലബ്സിയലയും ഒക്കെ. കൊമാ ഷേപ്ഡ് ബാക്ടീരിയക്ക് പറയുന്ന വിബ്രിയോ എന്നാണ്. അതിന് എക്സാമ്പിൾ ആണ് വിബ്രിയോ കോളറ എന്ന് പറയുന്നത്. അതുപോലെ സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് സ്പൈറില്ലം എന്നാണ് അതിന് പറയാ. അതിന് എക്സാമ്പിൾ ആണ് സ്പൈറോകീറ്റ്സ്. അതേപോലെ തന്നെ സ്പൈറില്ലം വൊളുട്ടൻസ്, ക്യാമ്പൈലോബാക്ടർ ജെജുനി എന്നൊക്കെ പറയുന്ന
ചെയ്യുന്ന ബാക്ടീരിയ കേട്ടോ. ഇനിയിപ്പോൾ ചിലപ്പോൾ എക്സാമ്പിളൊക്കെ തന്നിട്ട് ഇതിൻ്റെ ഷേപ്പ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാണ് ഞാൻ ഇത്ര എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞത്. Now we will see how the bacteria has been divided according to gram stain procedure. gram staining procedure അനുസരിച്ച് നമുക്ക് ബാക്ടീരിയനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഓക്കെ, ഇനി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്യുന്ന ഗ്രാം സ്റ്റെയിനിങ്ങിൽ ബ്ലൂ കളറുള്ളതും പിങ്ക് കളറുള്ള ബാക്ടീരിയനെ നോക്കിയിട്ടാണ്. ബാക്ടീരിയ ബ്ലൂ കളറിലാണ് കാണുന്നതെങ്കിൽ അത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും, അത് പിങ്ക് കളറിലാണ് അപ്പിയർ ചെയ്യുന്നതെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് കേട്ടോ. Now we will see what is the difference between gram positive and gram negative bacteria. Before that we will see how the gram staining procedure will be done. Okay, so here according to gram stain procedure, bacteria is classified into two groups, gram positive and gram negative. So here gram positive it will be blue color and gram negative it will be pink color bacteria. Now we will see how the gram staining procedure will be done. gram staining procedure കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അതിനെ ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയാനുള്ള കാരണം. ഇനി ഗ്രാം സ്റ്റെയിനിങ്ങിൽ നമ്മൾ ബാക്ടീരിയനെ കളർ ചെയ്തതിന് ശേഷം നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുന്ന പ്രൊസീജിയറാണ് ഗ്രാം സ്റ്റെയിനിങ്. ഓക്കെ, ഇവിടെ ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയർ നമ്മൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള സ്റ്റെയിൻ ആണ്. ഒന്ന് ക്രിസ്റ്റൽ വയലറ്റ് ബ്ലൂ കളറും ഒന്ന് സഫ്രാനിൻ പിങ്ക് കളറും. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റൽ വയലറ്റ് ബ്ലൂ കളറും സഫ്രാനിൻ പിങ്ക് കളർ, ബ്ലൂ കളർ ക്രിസ്റ്റൽ വയലറ്റ് പ്രൈമറി സ്റ്റെയിൻ ആയിട്ടും സഫ്രാനിൻ പിങ്ക് കളർ ഉള്ളത് സെക്കൻഡറി സ്റ്റെയിൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെയിൻ ചെയ്യേണ്ട ബാക്ടീരിയനെ നമ്മളൊരു ഗ്ലാസ് സ്ലൈഡിൽ ഒരു ചെറിയ സ്മിയർ എടുക്കുക. സ്മിയർ എന്ന് പറയുന്നത് എ തിൻ ഫിലിം ഓഫ് ബാക്ടീരിയ, ഒരു തിൻ ഫിലിം ഓഫ് ബാക്ടീരിയ നമ്മൾ എടുക്കണം. അതിന് വേണ്ടിയിട്ട് വേറൊന്നും ചെയ്യേണ്ടതില്ല. നമ്മളൊരു ഗ്ലാസ് സ്ലൈഡ് എടുക്കുക, അതിൻ്റെ ഗ്ലാസ് സ്ലൈഡിലേക്ക് ഒരു ചെറിയ ഡ്രോപ്പ് സലൈൻ വാട്ടർ എന്തെങ്കിലും ഒഴിക്കുക. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ ടേക്ക് till a small colony of the bacteria and we can spread inside that water and a drop of water or saline water whatever it is and just spread over the slide ഒരു thin film ഉണ്ടാക്കുക അതിൻ്റെ. then after that we can dry it. എന്നിട്ട് നമ്മൾ അതിനെ ഉണങ്ങാൻ വയ്ക്കുക. നമ്മുടെ സ്ലൈഡ് റെഡിയായി. the smear we need to stain. okay, ആ സ്മിയർ സ്റ്റെയിൻ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. First we have to prepare the smear. Then next step in that we have to add a crystal violet stain. This is primary stain and keep it for this we need to keep for 1 minute. 1 minute we need to keep this crystal violet stain. Okay, then after that, after 1 minute what we have to do now, we just wash under tap water, slow running tap water le kazhuga. Then after that we need to treat this with iodine solution. Iodine solution എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ക്രിസ്റ്റൽ വയലറ്റിനെ ആ സ്മിയറിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിക്സേറ്റീവ് ആണ് അയോഡിൻ വാട്ടർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി നീഡ് ടു ആഡ് ദ അയോഡിൻ വാട്ടർ ടു ഫിക്സ് ദ ക്രിസ്റ്റൽ വയലറ്റ് ഓൺ ദ ബാക്ടീരിയ. കീപ് ഇറ്റ് ഫോർ 30 seconds. Keep it for 30 seconds. Then after that again wash with ethyl alcohol. Wash with ethyl alcohol. Ethyl alcohol വെച്ച് വാഷ് ചെയ്യണം. ഇവിടെ ethyl alcohol എന്ന് പറയുന്ന ഡീകളറൈസിങ് ഏജന്റ് ആണ്. ഡീകളറൈസിങ് ഏജന്റ് വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഈ സ്മിയർ ചെയ്യുന്ന പതുക്കെ ബ്ലൂ കളർ ഡിസോൾവ് ആയി പോകുന്നതാണ്. ഏകദേശം അത് പോയി തീരുമ്പോൾ കുറച്ച് സെക്കൻഡ്സ് മതി അത് പോയി തീരുമ്പോൾ again we need to wash under സ്ലോ റണ്ണിങ് ടാപ്പ് വാട്ടർ. എന്തുകൊണ്ടാണ് സ്ലോ റണ്ണിങ് ടാപ്പ് വാട്ടർ എന്ന് പറയുന്നത്? നമ്മൾ ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് വെള്ളം തുറന്നു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മിയർ പൊളിഞ്ഞു പോകും. അങ്ങനെ പാടില്ല. അതിനകത്ത് എക്സസ് ആയിട്ടുള്ള സ്റ്റെയിനൊക്കെ റിമൂവ് ചെയ്ത് പോകാനേ പാടുള്ളൂ. അതുകൊണ്ട് വാഷ് അണ്ടർ സ്ലോ റണ്ണിങ് ടാപ്പ് വാട്ടർ. ദെൻ ആഫ്റ്റർ ദാറ്റ് pour the saffranin or treat with saffranin. Saffranin എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ പിങ്ക് കളർ സ്റ്റെയിൻ. പിങ്ക് കളർ അല്ലെങ്കിൽ റെഡ് കളർ സ്റ്റെയിൻ ആണ്. ദിസ് ഈസ് കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറയാം അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റെയിൻ എന്ന് പറയാം. ഓക്കെ, സോ ഹിയർ ആഫ്റ്റർ ദിസ് ട്രീറ്റ് വിത്ത് സഫ്രാനിൻ ആഫ്റ്റർ 1 minute ഇത് ട്രീറ്റ് ചെയ്തതിന് ശേഷം വി നീഡ് ടു വാഷ് അണ്ടർ ടാപ്പ് വാട്ടർ. ആൻഡ് ഡ്രൈ ഇറ്റ്
observe under microscope. Dry and observe under microscope. Some of the bacteria, if that bacteria present in the slide, if it is gram positive bacteria, that will look in blue color. If it is gram negative bacteria, that will look in pink color. ഇനി എന്തുകൊണ്ടാണ് gram positive bacteria blue കളറിലും gram negative bacteria pink കളറിലും കാണുന്നത്? കാരണം gram positive bacteria crystal violetനെ absorb ചെയ്യും, gram negative bacteria saffranനെ absorb ചെയ്യും. അതിന് കാരണം എന്തായിരിക്കും? See here, whatever it may be, gram positive or gram negative, the stain will be absorbed in the cell wall of bacteria. Stain എവിടെ absorb ചെയ്യുന്നത്? ബാക്ടീരിയയുടെ cell wall-ലാണ് stain absorb ചെയ്യുന്നത്. So here, the cell wall of gram positive bacteria is simple than the gram negative bacteria. ഇതിന്റെ cell wall, gram positive bacteriയുടെ cell wall simple ആണ്. പക്ഷേ the gram negative bacteriയുടെ cell wall complex cell wall ആണ്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ gram positive bacteriയുടെ cell wall, the outer thin layer of lipid which is continuous and a peptidoglycan layer we can see. Outer thin continuous layer of lipid and peptidoglycan layer we can see. Okay, peptidoglycan ആണ് അതിന്റെ മേജർ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. gram negative ബാക്ടീരിയയിലെ സെൽ വോൾ കോംപ്ലക്സ് ആണ്. there we can see outer thick wavy layer of lipid. ഇതാണ് ആ സെൽ വോളിന്റെ കോംപ്ലക്സിറ്റി കൂടാനുള്ള കാരണം. ആൻഡ് പെപ്റ്റിഡോഗ്ലൈക്കൻ. അപ്പോൾ gram positive ബാക്ടീരിയയുടെ കേസിൽ എന്താ സംഭവിക്കാന്നറിയോ? ക്രിസ്റ്റൽ വയലറ്റ് ഒഴിച്ചു കഴിയുമ്പോൾ this crystal violet it will be absorbed by outer lipid layer as well as the peptidoglycan layer. കാരണം ലിപ്പിഡ് ലെയർ വളരെ തിന്ന, അതിന്റെ ഉള്ളിലേക്കും കയറി പോകും. സെൽ വോളിന്റെ ഉള്ളിലേക്ക് കയറി, അതായത് സെൽ വോളിന്റെ ഇന്നർ ലെയർ ഉണ്ടല്ലോ, 2 ലെയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ലിപ്പിഡ് ലെയർ, അവിടെ 2 ലെയറിന് തിരിച്ച് കാണാനില്ല, വളരെ തിന്നായിട്ടുള്ള ഒരു ലെയർ ആയതുകൊണ്ട് അതിന്റെ ഉള്ളിലത്തെ പെപ്റ്റിഡോഗ്ലൈക്കനും സ്റ്റെയിൻ റിസീവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ gram negative ബാക്ടീരിയയുടെ കേസിൽ എന്ത് സംഭവിക്കുന്നറിയോ? അവരെ പുറത്തെ ലിപ്പിഡ് ലെയർ വളരെ തിക്കാണ്, വേവിയാണ്, കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് ആ ലിപ്പിഡ് ലെയർ മാത്രമാണ് കിട്ടുന്ന ക്രിസ്റ്റൽ വയലറ്റിനെ മുഴുവൻ ലിപ്പിഡ് ലെയർ അബ്സോർബ് ചെയ്യും. പെപ്റ്റിഡോഗ്ലൈക്കൻ അവിടെ ചെറിയ ലെയർ ആണ്, അത് പെപ്റ്റിഡോഗ്ലൈക്കൻ ഈ ക്രിസ്റ്റൽ വയലറ്റിനെ ഒട്ടും അബ്സോർബ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? ഇത് അയോഡിൻ വാട്ടർ വെച്ച് ഫിക്സ് ചെയ്യുമ്പോൾ 2 കേസിലും ക്രിസ്റ്റൽ വയലറ്റ് ഫിക്സ് ആവും, 2 ബാക്ടീരിയ അപ്പോൾ ബ്ലൂ കളറിലായിരിക്കും കാണുക. പക്ഷെ ഈഥൈൽ ആൽക്കഹോൾ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ലിപ്പിഡ് ഇറ്റ് ക്യാൻ ഡിസോൾവ് ഇൻ ഇഥൈൽ ആൽക്കഹോൾ അല്ലെ. ലിപ്പിഡ് ഇറ്റ് വിൽ ബി ഡിസോൾവ് ഇൻ ആൽക്കഹോൾ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ ലിപ്പിഡ് വന്നിട്ട് ഈഥൈൽ ആൽക്കഹോളിൽ ഡിസോൾവ് ആവുകയും ലിപ്പിഡ് ഈഥൈൽ ആൽക്കഹോളിൽ ഡിസോൾവ് ആവുകയും ആ ലിപ്പിഡിൽ അബ്സോർബ് ചെയ്ത കളർ റിമൂവ് ആയി പോവുകയും ചെയ്യും. നോക്കിക്കേ, gram പോസിറ്റീവ് ബാക്ടീരിയയിൽ ലിപ്പിഡ് തിൻ ലെയർ ആണ്, അതിന്റെ ക്രിസ്റ്റൽ വയലറ്റ് അബ്സോർബ് ചെയ്തേക്കുന്ന ലിപ്പിഡ് ലെയർ റിമൂവ് ആയി പോകും. പക്ഷെ അതിന്റെ പെപ്റ്റിഡോഗ്ലൈക്കനിലും എന്തുണ്ട്? ബ്ലൂ കളർ ഉണ്ട്. gram നെഗറ്റീവ് ബാക്ടീരിയയുടെ കേസിൽ തിക്കാണ് ലിപ്പിഡ് ലെയർ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയി പോകും. പെപ്റ്റിഡോഗ്ലൈക്കന് കളർ ഇട്ട് കിട്ടിയിട്ടുമില്ല. അപ്പൊ എന്തായി? അതിന്റെ കംപ്ലീറ്റ് കളറും പോയി, അത് ഡീകളറൈസ് ആയി പോകും, കംപ്ലീറ്റ് ഡീകളറൈസ് ആയി പോകും. എന്ന് പറഞ്ഞാൽ ഡികളറൈസേഷൻ സ്റ്റെപ്പ് കഴിയുമ്പോൾ gram പോസിറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോൾ സ്ട്രക്ചർ കൊണ്ട് gram പോസിറ്റീവ് ബാക്ടീരിയ ആ ബ്ലൂ കളറിനെ പെപ്റ്റിഡോഗ്ലൈക്കനിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ gram നെഗറ്റീവ് ബാക്ടീരിയ അതിന്റെ സെൽ വോളിന്റെ നേച്ചർ കൊണ്ട് ആ ലിപ്പിഡ് ലെയറിനെ കംപ്ലീറ്റ് റിമൂവ് ആക്കി കളഞ്ഞിട്ടുണ്ടാവും ഈ ഡീകളറൈസേഷൻ സ്റ്റെപ്പിൽ. അതുകൊണ്ട് അതിന് ബ്ലൂ കളർ ഉണ്ടാവില്ല, അത് കളർലെസ് ആയിട്ടായിരിക്കും നിലനിൽക്കുക. ദെൻ ആഫ്റ്റർ ദാറ്റ് സെക്കൻഡറി സ്റ്റെയിൻ വെൻ വി ആർ ട്രീറ്റിംഗ് ഇൻ ദിസ് ബാക്ടീരിയ, gram പോസിറ്റീവ് ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി കളറിനെ വെച്ച് സാച്ചുറേറ്റഡ് ആണ് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിൽ, അവർ വീണ്ടും കളർ അബ്സോർബ് ചെയ്യില്ല. അപ്പൊ അത് ഏത് കളറിൽ കാണും? ബ്ലൂ കളറിൽ കാണും. gram നെഗറ്റീവ് ബാക്ടീരിയ that will receive the color because they have already lost the complete color and they are colorless now. അവർ കംപ്ലീറ്റ് ഡീകളറൈസ് ചെയ്ത് പോയി, ലിപ്പിഡ് ലെയർ കംപ്ലീറ്റ് പോയി, പിന്നെ പെപ്റ്റിഡോഗ്ലൈക്കൻ മാത്രമേ ഉള്ളൂ. ആ പെപ്റ്റിഡോഗ്ലൈക്കനും കളർ റിസീവ് ചെയ്യാൻ കഴിവുള്ളതാ, പക്ഷേ ക്രിസ്റ്റൽ വയലറ്റ് അത് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഓഫ് ദാറ്റ് ദ നെക്സ്റ്റ് സ്റ്റെയിൻ വിൽ ബി റിസീവ്ഡ് ബൈ ദ പെപ്റ്റിഡോഗ്ലൈക്കൻ ഓഫ് gram നെഗറ്റീവ് ബാക്ടീരിയ. അപ്പൊ gram നെഗറ്റീവ് ബാക്ടീരിയ എന്ത് കളറിൽ കാണും? പിങ്ക് കളറിൽ കാണും. ഇതാണ് gram പോസിറ്റീവ് ബാക്ടീരിയയും gram നെഗറ്റീവ് ബാക്ടീരിയയും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഇത് പലവട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. gram പോസിറ്റീവ് ബാക്ടീരിയയും gram നെഗറ്റീവ് ബാക്ടീരിയയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. Now we will see
ഈ ബാക്ടീരിയയുടെ സ്ട്രക്ചർ നമ്മളിപ്പോൾ ഏകദേശം ബാക്ടീരിയയുടെ കുറേ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറഞ്ഞു കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്ടീരിയയുടെ സ്ട്രക്ചറൊക്കെ എടുത്ത് നോക്കുമ്പോൾ ബാക്ടീരിയയുടെ സ്ട്രക്ചർ വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ കോംപ്ലക്സിറ്റി കൂടിയ ബിഹേവിയറാണ് ബാക്ടീരിയ കാണിക്കുക. പല ഓർഗാനിസത്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ ബാക്ടീരിയയുടെ ബിഹേവിയർ എന്ന് പറയുന്ന വളരെ കോംപ്ലക്സിറ്റി കൂടിയ ബിഹേവിയറാണ്. ഏറ്റവും കൂടുതൽ മെറ്റാബോളിക് പാത്വേ, ഏറ്റവും കൂടുതൽ മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റാബോളിക് ആൻഡ് ന്യൂട്രീഷണൽ പാത്വേ ഇറ്റ് ഈസ് followed by the Monera group അല്ലെങ്കിൽ Deer group. ഇതൊരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ ന്യൂട്രീഷണൽ ഡൈവേഴ്സിറ്റി കാണിക്കുന്ന കിങ്ഡം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് കിങ്ഡം മൊണീറ. ഓക്കെ, അതേപോലെ തന്നെ ഈ ന്യൂട്രീഷണൽ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി നോ ദ ഓർഗാനിസം വിച്ച് ഈസ് പ്രസന്റ് അണ്ടർ ദിസ് കാറ്റഗറി. ഈ മൊണീറ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസംസ് അവർ ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കും. ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനിൽ തന്നെ നമുക്ക് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണാൻ പറ്റും, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കും. ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനിൽ നമുക്ക് പലതരത്തിലുള്ള ന്യൂട്രീഷൻ, അതായത് ഡികമ്പോസേഴ്സ് കാണാൻ പറ്റും, അതേപോലെ സാപ്രോഫൈറ്റിക് ഓർഗാനിസംസ് കാണാൻ പറ്റും. അപ്പോൾ സാധാരണ ഏറ്റവും കൂടുതൽ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന് പറയുന്നത് സാപ്രോഫൈറ്റിക് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്, ഡികമ്പോസിങ് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് കേട്ടോ. ഡികമ്പോസേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയ എന്ന് പറയുന്നത്. ഏറ്റവും വെറൈറ്റി ഓഫ് ഓർഗാനിസം എന്ന് പറയുന്നത് ഡികമ്പോസേഴ്സ് ആണ്. മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസം ദേ ആർ ഡികമ്പോസേഴ്സ് നമുക്ക് പറയാം. അതേപോലെ തന്നെ ബാക്ടീരിയ ദേ ക്യാൻ ബി സീൻ ഇൻ സിംബയോട്ടിക് അസോസിയേഷൻ. ചില ബാക്ടീരിയ സിംബയോട്ടിക് അസോസിയേഷനിൽ കാണുന്ന ബാക്ടീരിയ ഉണ്ട്. ആൻ എക്സാമ്പിൾ ഫോർ ദിസ്, ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്ന റൈസോബിയം ബാക്ടീരിയ. റൈസോബിയം ബാക്ടീരിയ ഒക്കെ ലെഗുമിനേഷ്യ ഫാമിലിയിൽ വരുന്നതാണ് റൈസോബിയം ബാക്ടീരിയ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ആർക്കി ബാക്ടീരിയനെ പറ്റി പറയാം. ആർക്കി ബാക്ടീരിയനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ആർക്കി ബാക്ടീരിയയുടെ സെൽ വോളും സെൽ മെംബ്രെയിൻ്റെയും പ്രത്യേകത കൊണ്ടാണ് അവർക്ക് എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ജീവിക്കാൻ കഴിയുന്നതെന്ന്. ആർക്കി ബാക്ടീരിയ ഈസ് ഏബിൾ ടു സർവൈവ് ഇൻ ഹൈ സാലിനിറ്റി, ഹൈ അസിഡിക് കണ്ടീഷൻ ആസ് വെൽ ആസ് ഹൈ ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ഏബിൾ ടു സർവൈവ്. ഈ ആർക്കി ബാക്ടീരിയയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ആർക്കി ബാക്ടീരിയനെ കിങ്ഡം മൊണീറയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ആർക്കി എന്നൊരു ഡൊമെയിനും അതുപോലെ തന്നെ ബാക്ടീരിയ എന്നൊരു ഡൊമെയിനും ഉണ്ടാക്കി. ആ രണ്ട് ആർക്കി ഡൊമെയിനിൽ വരുന്ന ഒരൊറ്റ കിങ്ഡാണ് ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബാക്ടീരിയയിൽ വരുന്നതാണ് യു ബാക്ടീരിയ എന്ന് പറയുന്ന കിങ്ഡം. അതായത് കിങ്ഡം മൊണീറനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ. അതിന് കാരണം ഈ ആർക്കി ബാക്ടീരിയയുടെ എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാനുള്ള ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൊണ്ടാണ്. എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ അതിനെ സഹായിക്കുന്നത് അതിൻ്റെ സെൽ വോളിൻ്റെ സ്ട്രക്ചറും സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചറുമാണ്. ഈ ആർക്കി ബാക്ടീരിയയുടെ സെൽ വോളിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് ഉണ്ടാക്കിയിട്ടുള്ളത് സ്യൂഡോമ്യൂറിൻ കൊണ്ടാണ്. സെൽ വോൾ ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് സ്യൂഡോമ്യൂറിൻ ആൻഡ് സെൽ മെംബ്രെയിൻ it has branched lipid. This branched lipid also will be able to survive this bacteria in the extreme climatic condition. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന സെൽ വോൾ that cell wall of Archaebacteria, it is able to survive in the extreme climatic condition ആണ്. അതായത് സെൽ വോളിന്റെ പ്രത്യേകത കൊണ്ടാണ് ആർക്കിബാക്ടീരിയയ്ക്ക് എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ കഴിയുന്നതെന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സെൽ വോളിന്റെ പെക്യുലാരിറ്റിയാണ് ഏറ്റവും കൂടുതൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ നീറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ വരികയാണ്, ദ ആർക്കിബാക്ടീരിയ ഈസ് ഏബിൾ ടു സർവൈവ് ഇൻ എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻ ബിക്കോസ് ഓഫ് ദ പെക്യുലാരിറ്റി ഓഫ് ദെയർ സെൽ വോൾ സെൽ മെംബ്രെയിൻ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താൽ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് എ സെൽ വോൾ. ഓക്കെ, പക്ഷേ സെൽ മെംബ്രെയിനും അതിൻ്റെ ഒരു ഭാഗമാണ്. സെൽ മെംബ്രെയിൻ ഓൾസോ വിൽ ഹെൽപ്പ് ഇൻ സർവൈവിംഗ് ദ എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻ. സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ള ബ്രാഞ്ച്ഡ് ലിപ്പിഡ് കൊണ്ടാണ്. സാധാരണ ലിപ്പിഡ് മോളിക്യൂൾ ജോയിൻ ചെയ്യുന്നത് എസ്റ്റർ ബോണ്ട് കൊണ്ടാണ്, പക്ഷെ ഇവിടെ ലിപ്പിഡ് മോളിക്യൂൾ ജോയിൻ ചെയ്തിട്ടുള്ളത് ഈഥർ ബോണ്ട് കൊണ്ടാണ് ഇൻ ദ കേസ് ഓഫ് ആർക്കിബാക്ടീരിയ. അതേപോലെ ആർക്കിബാക്ടീരിയയ്ക്ക് ബെസ്റ്റ് എക്സാമ്പിൾ മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. ആർക്കിബാക്ടീരിയയ്ക്ക് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്ന മെത്തനോജൻസ് ആണ്. അതേപോലെ മെത്തനോജൻസ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ഗട്ട് ഓഫ് റൂമിനന്റ് ഓർഗാനിസം. റൂമിനന്റ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ റൂമിനേറ്റ് സ്റ്റൊമക്ക് ഉള്ള ഓർഗാനിസംസിനെയാണ് റൂമിനന്റ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അതായത്
കൗ അങ്ങനത്തെ ഓർഗാനിസംസ് ആണ് റൂമിനന്റ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അവർക്ക് ഈ എന്താ പറയുക സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള എൻസൈം അവരുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലില്ല. അതിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഈ ആർക്കി ബാക്ടീരിയയുടെ ഹെൽപ്പോട് അല്ലെങ്കിൽ മെത്തനോജൻസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അപ്പൊ ഈ മെത്തനോജൻസ് സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുകയും അതേപോലെ തന്നെ മെത്തനോജൻസിന് അവിടെ സർവൈവ് ചെയ്യാൻ ഒരു കണ്ടീഷൻ ഉള്ളതും കൊണ്ട് ഇതിനെ ഒരു സിംബയോട്ടിക് അസോസിയേഷനിൽ കാണുന്ന ഒരു ഓർഗാനിസം നമ്മൾക്ക് പറയാം. അല്ലെങ്കിൽ നോർമൽ ഫ്ലോറയാണ് ഈ ഗട്ടിൽ കാണുന്ന മെത്തനോജൻസ് ഇൻ ദ കേസ് ഓഫ് കൗ ആൻഡ്. ഈ മെത്തനോജൻസിന് മീഥെയിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും വെൻ ഇറ്റ് ഈസ് ഡികമ്പോസിങ് ദ ഡെഡ് ഓർഗാനിക് മാറ്റർ. അത് ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ബയോഗ്യാസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൗഡങ് ഒരു ഇനോക്കുലമായിട്ട് യൂസ് ചെയ്യാൻ കാരണം. ഇനോക്കുലം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്താ പറയുക ദോശമാവ് പൊളിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അപ്പത്തിന് പൊളിപ്പിക്കണമെങ്കിൽ നമ്മൾ ഈസ്റ്റ് ഇടും. ഈസ്റ്റ് അവിടുത്തെ ഇനോക്കുലാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഫോർ സർട്ടൺ പർപ്പസ് ഫോർ അവർ യൂസ്. നമ്മുടെ യൂസിന് വേണ്ടിയിട്ട് ഒരു മൈക്രോ ഓർഗാനിസത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആ ഒരു സ്റ്റഫിനെയാണ് നമ്മൾ ഇനോക്കുലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇനോക്കുലായിട്ട് മെത്തനോജൻസിനെ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ദ ഡികമ്പോസിഷൻ ഓഫ് ഓർഗാനിക് വേസ്റ്റ് ആസ് വെൽ ആസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മീഥെയിൻ. ആ മീഥെയിൻ ഗ്യാസ് ആണ് നമ്മൾ കുക്കിംഗ് ഗ്യാസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ദിസ് ഈസ് all about the archaebacteria. ഇനി നമുക്ക് യൂബാക്ടീരിയ എന്താണെന്ന് നോക്കാം.